കൊച്ചിയിലെ തേവര കുണ്ടന്നൂർ പാലം അടച്ചു. അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസത്തേക്കാണ് പാലം അടച്ചത്. ചൊവ്വാഴ്ച രാവിലെ പാലം തുറക്കും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചോ? എത്ര ദിവസത്തേക്കാണ് പാലം അടച്ചിരിക്കുന്നത്? ബദൽ ഗതാഗത സംവിധാനം എങ്ങനെയാണ്? അതിര, ഗുഡ് മോർണിംഗ്. അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ പാലം ഇന്ന് പുലർച്ചെയാണ് പാലം അടച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേവര കുണ്ടന്നൂർ പാലത്തിൻ്റെ ഐലൻഡ് ഭാഗത്തേക്ക് പോകുന്ന വശത്താണ്. പ്രധാനമായും ഒരു ദിവസം ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലമാണിത്. ഈ പാലത്തിൽ യാതൊരു വിധത്തിലുള്ള ബദൽ സംവിധാനവും ഒരുക്കാതെ തന്നെയാണ് ഇപ്പോൾ പാലം 2 ദിവസത്തേക്ക് അടച്ചു പൂട്ടിയിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. കാരണം 2 തവണ പാലം അടച്ചു പൂട്ടുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടും അന്ന് പ്രതികൂല കാലാവസ്ഥയായതിനാൽ പാലം തുറന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ പാലം തുറന്നു കൊടുക്കേണ്ട ഒരവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ മിക്കവരും ഇക്കാര്യത്തെക്കുറിച്ച്, പാലം അടക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഈ കാണാൻ കഴിയുന്ന പല വാഹനങ്ങളും ഈ പരിസരങ്ങളിലെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന. ചേട്ടാ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ വന്നപ്പോൾ അറിയണം. ഇന്നലെ വൈകുന്നേരം ഞാൻ പോയതാ, ഒന്നുമില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം പോയതായിരുന്നല്ലേ? അത് തന്നെ, മുന്നറിയിപ്പില്ലായിരുന്നു. ഇന്ന് തീർത്താൽ മതി, എങ്ങനെയെങ്കിലും തീർത്താൽ മതി. പിന്നെ അതുതന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഈ പാലം അടക്കുന്നത് സംബന്ധിച്ച് നൽകിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ആളുകൾ ഏതെങ്കിലും മാർഗ്ഗരൂപേണ അങ്ങടേക്ക് അടുത്ത ഭാഗത്തേക്ക് എത്താനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പാലം പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയായിരുന്നു ഈ കുണ്ടന്നൂർ തേവര പാലത്തിലുണ്ടായിരുന്നത്. കാരണം ടാർ ചെയ്തിട്ടും ആ 2 ദിവസത്തിനുള്ളിൽ ടാറിങ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു. മാത്രമല്ല, പാലത്തിൽ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അപകടവും ഈ പാലത്തിൽ പതിവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാലം ഒരു അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. എന്നാൽ പല ഘട്ടങ്ങളിലും പാലം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ടും അന്ന് പാലം തുറന്നു കൊടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പാലം തുറന്നു കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ പാലം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ചൊവ്വാഴ്ച പാലം തുറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. ജനങ്ങൾക്കും ഒപ്പം തന്നെ യാത്രക്കാർക്കും എല്ലാം അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ചൊവ്വാഴ്ചയിൽ തൊട്ടടുത്ത ദിവസങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതെല്ലാം വലിയ തിരക്കനുഭവപ്പെടുന്ന മേഖലയാണ്. കുണ്ടന്നൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും എല്ലാം വരുന്ന വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു വേണം പശ്ചിമ കൊച്ചി ഭാഗത്തേക്ക് പോകാനായിട്ട്. മാത്രമല്ല, MG റോഡ് ഭാഗത്തേക്കും ഈ വഴി തന്നെയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. ഈ പാലത്തിലൂടെ ഈ ഭാഗത്തൂടെ കടന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ 2 വശവും അടച്ചിട്ടിരിക്കുന്നതിനാൽ വലിയ ഗതാഗത കുരുക്ക് എറണാകുളം ജില്ലയിൽ ആകമാനം ഉണ്ടാകും. ഈ പാലം അടച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് ജില്ലയിൽ ആകമാനം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. അതിര, ശരി. കൊച്ചി തേവര കുണ്ടന്നൂർ പാലമാണ് 2 ദിവസത്തേക്ക് അടച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതിനാലാണ് പാലം നിലവിൽ അടച്ചിരിക്കുന്നത്. വലിയൊരു ഗതാഗത കുരുക്കിനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.